ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്സ് തയ്യാറാക്കലാട്ടോ. അത് എങ്ങനെയാണെന്ന് നോക്കല്ലേ, വീഡിയോയിലേക്ക് പോകട്ടെ, എങ്ങനെ ചെയ്യണമെന്ന് നോക്കട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടി കവറിൽ വരുന്ന മൈദപ്പൊടി ആട്ടോ ഞാൻ എടുക്കണത്. അത് ഒരു കപ്പോളം മൈദപ്പൊടി ആദ്യം എടുത്തു. അപ്പം മൈദപ്പൊടിയിലൊപ്പം നമ്മൾ പിന്നെ അതിൽ ചേർക്കണത് ഗോതമ്പ് പൊടി ആട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി നമ്മൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടില്ലേ, ആട്ടപ്പൊടി ഇങ്ങനെ കവർ, അതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൈദപ്പൊടി ഒരു കപ്പ് അളന്നിട്ടു. പിന്നെ ആ കപ്പിൽ തന്നെ നമ്മൾക്ക് ആട്ടപ്പൊടിയിൽ ഗോതമ്പിൻ്റെ പൊടി അതും എടുക്കാം കേട്ടോ. അപ്പോഴത്തെ കവർ പൊടി കണ്ടോ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ കവർ പൊടി എടുക്കണം കേട്ടോ, ആട്ടര ഗോതമ്പിൻ്റെ. അപ്പോൾ അത് നമുക്ക് ഒരു കപ്പ് അളന്നെടുക്കാം. അപ്പോൾ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് റവയും ഒരേ അളവിലെടുത്തിട്ടുണ്ട്. ഇനി പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് അപ്പസോഡക്കാരം ചേർക്കണം, 1/4 ടീസ്പൂണോളം അപ്പസോഡക്കാരം ചേർത്തു. ഇനി അതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂണോളൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ആദ്യം ചേർത്തു, പിന്നെ കുറച്ചുകൂടി ഒരു 1/2 ടീസ്പൂൺ കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സാക്കിയിട്ടൊന്ന് ഇളക്കി കൈ കൊണ്ട് അങ്ങനെ മിക്സായി മിക്സാക്കി. അപ്പോൾ ഉപ്പും അപ്പസോഡക്കാരും നെയ്യൊക്കെ കൂടിയിട്ട് നന്നായി മിക്സാക്കിയിട്ട് കൈ കൊണ്ട് നന്നായി തിരുമ്പി കൂട്ടാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാതും അതിലേക്ക് യോജിച്ച് നന്നായി കിട്ടട്ടോ. കൈ കൊണ്ട് നന്നായി മിക്സാക്കിയിട്ട് തിരുമ്പി കൂട്ടിയതിന് ശേഷം പിന്നെ അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെ നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ ഒഴിച്ചൊഴിച്ച് നല്ല മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചീശെ വെള്ളം ഒഴിക്കാവോ, മൈദയിൽ നിന്നൊക്കെ പെട്ടെന്ന് കുഴ വരും കേട്ടോ. അപ്പോൾ അത് കാരണം കുറേശ്ശെ വെള്ളം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്നുകൂടി മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ കുഴച്ചൊരു ഇതൊക്കെ ശരിയായി തുടങ്ങിയിട്ടോ. അപ്പോൾ ഇനി നന്നായി ഒന്ന് ഒതുക്കിയെടുത്താൽ നമ്മുടെ മാവ് റെഡി ആയിട്ടോ. അപ്പോൾ ഇനി നമ്മളത് കുഴച്ച് റെഡിയായപ്പോൾ നമ്മൾ ആ പൊടി ഇടിക്കണ കുഴ അമ്മീരെ കുഴ, ചെറിയ ഉരലിൻ്റെ, അതെടുത്തിട്ടൊന്ന് ഇടിച്ച് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. ഇങ്ങനെ നന്നായി കുത്തി കൊടുത്താൽ ഉരലിൻ്റെ കുഴ കൊണ്ട് കുത്തി കൊടുത്താൽ നന്നായി സോഫ്റ്റായി കിട്ടും കേട്ടോ. പൊടി മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നോക്കി ഇങ്ങനെ കുറച്ച് നേരം ഞാൻ ഒരു 10 മിനിറ്റോളം അങ്ങനെ കുത്തി ശരിയാക്കിയിട്ടാണ്. അപ്പോൾ മാവിന് നല്ല യോജിപ്പ് വന്നിട്ടുണ്ട്. ഇനി നന്നായി ഒന്നുകൂടി മറച്ച് വെച്ചിട്ട് ഒന്നുകൂടി കുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കുഴച്ച് റെഡിയായിട്ട് ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ പിന്നെ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ മാവ്. ഇപ്പോൾ കുഴയൊക്കെ ശരിയായിട്ടിട്ട് കേട്ടോ. ഇനി നമുക്ക് മാവ് വേണ്ട തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ്. അതിൻ്റെ ഒന്ന് 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ മൂടി വയ്ക്കുക കേട്ടോ. അതിന് ശേഷം ഒരു പാൻ വെച്ച് അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ചൂടായപ്പോൾ അതിലേക്ക് ഒരു കപ്പ് നമ്മൾ പൊടിയെടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് അരി, നമ്മൾ ചോറയ്ക്കണ അരിയില്ലേ, അത് ഒന്ന് വറുത്ത് പൊടിക്കാൻ കേട്ടോ. അപ്പോൾ അത് വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വറവ് ഒരു ഇതായി തുടങ്ങിയിട്ടോ. കണ്ടത് നോക്കിയാൽ അത് നല്ല ചൂടായി പൊട്ടിത്തെറിച്ചത് ശരിയായി തുടങ്ങിയിട്ടോ. വറവ് ശരിയായി തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതേ ചുവപ്പ് കളറായി നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് പുറത്ത് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചൂടാറിൻ്റെ അതൊരു മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ട് വരാം കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഫൈറ്റ് നന്നായി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ നോക്കി നല്ല നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ആ പാനിൽ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നെയ്യ് ഇടാം കേട്ടോ. 2 ടീസ്പൂണൊക്കെ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട്. കണ്ട 2 ടീസ്പൂണിലധികം നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യ് ചൂടായി ഇപ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം എള്ളിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എള്ളൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ നമുക്ക് ഇത് കണ്ട കുറേശ്ശെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ഒരു നാളികേരം ചെരികത് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മളൊരു കപ്പ് ആ കപ്പിൽ തന്നെ പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഇടണ ഭാഗം മിസ്സായി പോയി. ഇത് പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പൊടിച്ച അരിയില്ലേ, വറുത്ത അരി, ആ അരിപ്പൊടി അതിലേക്ക് ചേർത്തു കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സാക്കി ഇളക്കാം കേട്ടോ. നന്നായി മിക്സാക്കുക എല്ലാവിടെയും ഒരുപോലെ. പഞ്ചസാരയും അരിപ്പൊടി വറുത്തതും നാളികേരവും നെയ്യൊക്കെ കൂടി നന്നായി മിക്സാക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം മൂപ്പായപ്പം ഇവിടെ ഇറക്കി വെച്ചു കേട്ടോ. ഇനി നമ്മൾ മാവ് തയ്യാറാക്കിയത് എടുത്തിട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവില്ലേ, അതിൽ നിന്നിട്ട് ഓരോ ഉരുളകളാക്കി ഇങ്ങനെ ഉരുട്ടി വേറെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഫില്ലിങ്ങിനുള്ള തയ്യാറാക്കി കണ്ടില്ലേ, അത് ഇതായിരിക്കും. ഇനി നമുക്ക് എല്ലാം കൂടിയിട്ട് ഇനി പരത്തി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക്
നമുക്കൊരു പലക എടുത്തിട്ട് അതുമേ വെച്ചിട്ട് ഓരോ ഉരുളകളെടുത്ത് പരത്താട്ടോ. അതിൻ്റെ മുന്നേ ആ അച്ചിൽ കുറച്ച് എണ്ണ പരത്തിയിട്ട് തടവി കൊടുക്കുക വേഗം പോരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോ ഉരുളകളെടുത്ത് പരത്താട്ടോ. അപ്പോൾ നമ്മൾ ആ മിക്സിയിൽ ചേർത്തത് മനസ്സിലായില്ലേ? നാളികേരവും പഞ്ചസാര, നെയ്യിൽ ആദ്യം എള്ളിട്ടു, എള്ള് പൊട്ടിയതിന് ശേഷം നാളികേരം നാളികേരത്തിൽ 1 കപ്പ് പഞ്ചസാര ചേർത്തുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ടാണ് അരി പൊടിച്ചത് നമ്മൾ അതിൽ ചേർത്തുള്ളത്. അപ്പോൾ അതേ ഒരെണ്ണം പരത്തി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി അത് ആ പ്രസ്സിൽ വെച്ചിട്ട് അമർത്തി എടുക്കാം കേട്ടോ. കണ്ടോ? അങ്ങനെ വെച്ച് അമർത്തി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കണം കേട്ടോ. അങ്ങനെ വെച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ്ങിനുള്ളത് അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായി അടയ്ക്കാൻ പറ്റുന്ന തരത്തിൽ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് നന്നായി അടഞ്ഞ് കിട്ടില്ല. അതിൻ്റെ ഇത് നോക്കിയിട്ട് നമ്മൾ വെക്കാം. കൂടുതലായി അങ്ങോട്ട് തന്നെ അടയാൻ പറ്റാണ്ട് ഇങ്ങോട്ട് വീഴും. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കേണ്ടല്ലേ അത്, അപ്പോൾ അധികം ആവാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇത് കൈ കൊണ്ട് നമുക്കിത് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പ്രസ്സിലുണ്ടാക്കിയ അട കണ്ട കറക്റ്റായിട്ട് അടയായി ശരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് പ്രസ്സിലും ഉണ്ടാക്കാം, പിന്നെ കൈ കൊണ്ടും നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അത് അതിൽ വെച്ച് അമർത്താണ്ട് തന്നെ നമുക്ക് പരത്തിയിട്ട് കൈ കൊണ്ടും അടേനെ ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ അട അതേ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇനി ഇത് മാറ്റി അല്ലാതെ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ അട പരത്താനായിട്ട് ഇതേ വേറൊരു ഉരുളി എടുത്തിട്ട് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. പലയം വെച്ചിട്ട് പരത്തിയതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ഫില്ലിങ്ങിനുള്ളത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഫില്ലിങ് വയ്ക്കുമ്പോൾ കൂടുതലാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. കൂടുതലായാൽ നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഇതുപോലെ ഫില്ലിങ് വെച്ചതിന് ശേഷം കൈ കൊണ്ട് നമുക്കിത് അങ്ങോട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. നന്നായി അമർത്തിയിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. 4 പുറം അങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ പ്രസ്സിൽ വയ്ക്കാണ്ട് ഉണ്ടാക്കട്ടെ. അങ്ങനെ അരികെ ഇങ്ങനെ തെരുത്തെരുത്ത് കൊടുക്കുക. അപ്പോൾ അത് അഴിഞ്ഞ് എണ്ണയിലിട്ട് അഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ട കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ ആക്കി വെച്ച് മടക്കി വെച്ച് കഴിഞ്ഞാൽ അഴിയൂല്ല, നമുക്ക് കാണാനും നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. വേഗം പണി കഴിയും. പ്രസ്സിൽ വെച്ചെടുക്കണേക്കാളും വേഗം നമുക്ക് ഇങ്ങനെ ആക്കിയാലും പണി കഴിയും. ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് കണ്ട. നോക്കിയോക്ക്, കൈ കൊണ്ടാക്കിയത് മറ്റേ മിഷനത്തേക്കാളും വേഗം അല്ലാതെ ഇപ്പോൾ അത് കൈ ഉണ്ടാക്കിയിട്ട് ഞാൻ എല്ലാതും. ഇനി നമുക്കിത് എല്ലാം കൂടിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കല്ലേ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി ഓരോ സ്നാക്സുകൾ ഓരോന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല മാതിരി തിളയ്ക്കാൻ കാത്തിക്കണ്ട. ഒരുവിധം തിള വരുന്നതിന് മുന്നേ എണ്ണ കാഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് 4 ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടാ. ഒരു 3 വീതം ഇടുകയാണെങ്കിൽ നല്ലൊരു അങ്ങോട്ട് മറയ്ക്കാനോ ഇതിനൊക്കെ നല്ല സൗകര്യമായിട്ടത്. ഇപ്പോൾ 4 ഇട്ടപ്പോൾ ടൈറ്റായ പോലെ. പിന്നെ അത് നന്നായി പൊന്തി വരേണ്ടതിലിട്ട്. അപ്പോൾ നന്നായി പൊന്തുണ്ട് കേട്ടോ. നല്ല പോള പോലെ പൊന്തിയിട്ട് നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിഭാഗം പതുക്കെ നമുക്ക് മറച്ചു കൊടുക്കുക. കണ്ട ഈ 4 ഇട്ട കാരണം മറയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായി. ഇനി 3 വീതമിട്ട് ഉണ്ടാക്കാം നമുക്ക്. കണ്ട പോളകളൊക്കെ പൊന്തുണോക്ക് നല്ല കുഴച്ചുണ്ടാക്കിയതിൻ്റെ ഇതാണ് കേട്ടോ. അതൊക്കെ കണ്ട പലഹാരത്തുമ്പോൾ നല്ല പോളകൾ നല്ല പൊന്തി വരിക കേട്ടോ. അപ്പോൾ നമ്മളിനി അത് എണ്ണയിലിട്ട് ഒരു ഇതായതിൻ്റെ നമുക്ക് എടുത്ത് മാറ്റാട്ടോ. എണ്ണയിൽ നിന്ന് കളർ കണ്ട പൊന്തി നല്ല കളർ ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ടതൊക്കെ ശരിയായി കിട്ടിയതിൻ്റെ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി. ഇനി അതുപോലെ തന്നെ 2ാം ട്രിപ്പ് നമുക്ക് ഒരു 3 ഇട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പൊള്ളച്ചതേ കണ്ട പൊന്തണ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും അതിങ്ങനെ പൊന്തണ പോലെ പൊന്തി വീർക്കുക കേട്ടോ. ഇനി അതിൻ്റെ അടിഭാഗം നമുക്ക് മറച്ചു കൊടുക്കാം കേട്ടോ. അടിഭാഗം അതേ മറിച്ചിട്ടുണ്ട് കണ്ട. അതുപോലെ പൊന്തണ പോലെ പൊന്തി ഇത് കിട്ടുക. നല്ലൊരു ഭംഗിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. ഇവിടെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇപ്പോൾ എല്ലാ സ്നാക്സും ഒക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ചോറ് വയ്ക്കണമായിരിക്കില്ല, അത് വറുത്ത് പൊടിച്ചൊക്കെ ചേർത്താൽ ആ വറവിൻ്റെ മണമൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടെ. അപ്പോൾ പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ബൈ.